സെന്റർ ഫോർ പൊട്ടൻഷ്യൽ ഓഫ് എക്സലൻസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അവയോട് പോലും കിടപിടിക്കുവാൻ കഴിയുന്ന ദേശീയ നിലവാരമുള്ള പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തകർക്കപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു വലിയ ഒരാശയത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ പാറ്റേണിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ്. എവിടെയും കഴുത്തറപ്പൻ മത്സരങ്ങൾ. കഴിഞ്ഞ വർഷം മാത്രം നീറ്റ് പരീക്ഷയിൽ ഈ രാജ്യത്തെ 40ഓളം വിദ്യാർത്ഥികളാണ് അവരുടെ ജീവൻ, വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കണ്ടത്. ഈ വർഷം പോലും നമ്മൾ കണ്ട് നീറ്റ് പരീക്ഷയുടെ അവസ്ഥ എന്നുള്ളത്. ഞാനിതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എത്രമാത്രം കടുത്ത മത്സരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. കട്ട് ത്രോട്ട് കോമ്പറ്റീഷനാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ പരിശീലനങ്ങൾ മാറ്റേണ്ടതുണ്ട്, നമ്മുടെ ലക്ഷ്യങ്ങൾ മാറ്റേണ്ടതുണ്ട്, തയ്യാറെടുപ്പുകൾ മാറ്റേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോയത്. അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളോടും എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ വിദ്യാർത്ഥികൾ അമിതമായി സമ്മർദ്ദം ചെലുത്താൻ പാടില്ല. വിദ്യാർത്ഥികളെ അവരുടെ വഴിക്ക് വിടുക. ഒരു പൊടി എങ്ങനെയാണോ ഒഴുകി സമുദ്രത്തിലെത്തുന്ന പോലെ ഒരു വിദ്യാർത്ഥി എന്താണോ അവന്റെ വിധി എന്താണോ അവൻ ആ വഴിയിലേക്ക് അവനെ തിരിച്ചു വിടുക. അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവന്റെ അഭിരുചികൾ, അതിനു പകരം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും അഭിരുചികളും അടിച്ചേൽപ്പിക്കാൻ പോയി